ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ അത് മഹത്തരമാണ്. ഈ സത്യപ്രതിജ്ഞക്കെല്ലാം അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിഞ്ഞു നൽകിയില്ലെങ്കിൽ അത് വലിയ ആപത്തിലേക്കാണ് ആ വ്യവസ്ഥിതിയെ തന്നെ നയിക്കുന്നത്. ജനപ്രതിനിധികളാകുന്നവർ അറിഞ്ഞിരിക്കേണ്ടുന്ന അത്യാവശ്യ കാര്യങ്ങൾ വരെ മറന്നു പോകുന്നത് അതിനോടുള്ള ബഹുമാനവും വിധേയത്വവും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ദൈവങ്ങളുടെ പേരിൽ ഇഷ്ടം പോലെ സത്യപ്രതിജ്ഞ നടത്തിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 BJP കൗൺസിലർമാർക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകിയത്. ദൈവനാമത്തിൽ എന്നതിന് പകരം പല ദൈവങ്ങളുടെ പേര് എങ്ങനെ പറയാനാകുമെന്നാണ് കോടതി ചോദിച്ചത്. അതിനൊക്കെ അതിൻ്റേതായ രീതികളുണ്ട്, ചില മാനദണ്ഡങ്ങളുണ്ട്. ദൈവനാമത്തിൽ എന്നതിന് പകരം പല ദൈവങ്ങളുടെയും രക്തസാക്ഷികളുടെയും ഒക്കെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത നടപടിയെ വിമർശിച്ചുകൊണ്ട് കോടതി സത്യപ്രതിജ്ഞ അന്തിമ വിധിക്ക് വിധേയമാണെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. അന്തിമ വിധി വരെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതും അതുപോലെ അതിൻ്റെ ഓണറേറിയം വാങ്ങുന്നതും വിലക്കണമെന്ന ഇടക്കാല ആവശ്യം ഹൈക്കോടതി പക്ഷേ അംഗീകരിച്ചിട്ടില്ല. GS ആശാനാഥ്, ചെമ്പഴന്തി ഉദയൻ, R സുഗതൻ അടക്കമുള്ള പ്രധാനപ്പെട്ട BJP കൗൺസിലർമാർക്കെതിരെയാണ് ഈ ഹർജി പോയിരിക്കുന്നത്. കൗൺസിലർമാരുടെ നടപടി മുനിസിപ്പൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും സത്യപ്രതിജ്ഞ തന്നെ റദ്ദാക്കണമെന്നുമുള്ള CPM നേതാവും അവിടുത്തെ കൗൺസിലറുമായ ദീപക്കിൻ്റെ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ നടപടിയെടുത്തിരിക്കുന്നത്. സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്നാണ് ഹർജിക്കാരൻ്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നത്. ഇഷ്ടമുള്ളതുപോലെ പല ദൈവങ്ങളുടെ പേരിലും ബലിദാനികളുടെ പേരിലും ചെയ്ത സത്യപ്രതിജ്ഞ അത് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇടത് കക്ഷി നേതാവ് കൂടിയാണ് ഹർജിക്കാരനായ SP ദീപക്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കടകംപള്ളി വാർഡിൽ വിജയിച്ച BJP സ്ഥാനാർത്ഥി ജയ രാജീവ് അയ്യപ്പൻ്റെ നാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. ശരണം വിളിച്ചുകൊണ്ടാണ് ഇവർ സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത് തന്നെ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കരമന വാർഡിൽ നിന്ന് വിജയിച്ച BJP സ്ഥാനാർത്ഥി കരമന അജിത്ത് സംസ്കൃതത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വന്ദേ മാതരം പറഞ്ഞുകൊണ്ടാണ് മുൻ DGPയും ശാസ്തമംഗലത്ത് നിന്നുള്ള കൗൺസിലറുമായ ശ്രീലേഖ വേദി വിട്ടുപോയത്. ഇതും ഒരു ശ്രദ്ധ നേടാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ തോന്നും പോലെയുള്ള സത്യപ്രതിജ്ഞ അത് ഈ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി എന്ന് മാത്രമല്ല, അതിനോടുള്ള ഒരു ബഹുമാനമില്ലായ്മ കൂടിയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ BJP പ്രവർത്തകർ ആ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നിന്ന് തന്നെ RSSൻ്റെ ഗണഗീതവും പാടിയത് നമ്മൾ കണ്ടു. അങ്ങനെ തോന്നുന്ന രീതിയിൽ വളച്ചോടിക്കാനുള്ളതല്ല ഈ സത്യപ്രതിജ്ഞ എന്നുള്ളത് ഈ രാജ്യം ഭരിക്കുന്ന BJP ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. പഴയ സ്ഥലങ്ങളുടെ പേരൊക്കെ മാറ്റുന്ന ലാഘവത്തോടെ തന്നെ ഇതിനെയും കണ്ടത് കഷ്ടമായി പോയി. അതിനാണ് ശക്തമായ തിരിച്ചടി കോടതി നൽകിയിരിക്കുന്നത്.